അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കുട്ടികളെ ശരിയായ പാതയിൽ കൊണ്ടുവരേണ്ട ഒരമാനത്താണ് നമ്മുടെ മക്കൾ. അവർ കൃത്യമായി മദ്രസയിൽ എത്തുന്നുണ്ടോ? അവർക്ക് പഠനം ലഭിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് പഠനം ലഭിക്കുന്നുണ്ടോ? അത് നോക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മ ബാപ്പമാർക്കുണ്ട്. ഒന്നുകൂടി പറയട്ടെ, ആ കുട്ടികളെ മദ്രസയിലേക്ക് അയച്ചാൽ 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയാണെങ്കിൽ 7 മണിക്ക് മുമ്പ് തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് മദ്രസയിലെത്തിയിരിക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരെ അമാനത്താണ്. ആ ഉസ്താദുമാർ അങ്ങനെ എത്തിയോ ഇല്ലേ എന്നത് സദർ ഉസ്താദ് നോക്കണം. എത്തിയില്ലെങ്കിലോ ശമ്പളം കട്ട് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. കാരണം എന്തുകൊണ്ട്? അത് ഈ സദർ ഉസ്താദിന്റെ ഉത്തരവാദിത്തമാണ്. അത് അയാൾ ചെയ്തില്ലെങ്കിൽ അയാൾ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരനാണ്. അവർക്ക് ആ ശമ്പളം ഹലാലാകൂല. ഹലാലാക്കത്തത് കൊടുത്ത കുറ്റം ഈ സദർ മുഅല്ലിമിനുണ്ടാകും, വാങ്ങിയ കുറ്റം വാങ്ങിയ മുഅല്ലിമിനുമുണ്ടാകും. ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കണം. ആ സദർ ഉസ്താദും മുഅല്ലിമീങ്ങളൊക്കെ വേണ്ടതുപോലെ മദ്രസ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അത് മദ്രസയുടെ കമ്മിറ്റി പ്രസിഡന്റ് നോക്കണം, സെക്രട്ടറി നോക്കണം. ഉത്തരവാദിത്തമുള്ളവർ ഉത്തരവാദിത്വം നിർവഹിക്കണം. കാരണം എന്തുകൊണ്ട്? ജനങ്ങളെ ധാരണ അതൊക്കെ കമ്മിറ്റിക്കാർ നോക്കുമെന്നാണ്. അതുപോലെ തന്നെ കമ്മിറ്റിക്കാരെ ധാരണ സദർ ഉസ്താദ് നോക്കുമെന്നാണ്. ജനങ്ങളെ ധാരണ ഉസ്താദുമാര് ശരിക്ക് പഠിപ്പിക്കുമെന്നാണ്. ഇതില്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിച്ചവരാകൂല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. ഉത്തരവാദിത്വം നിർവഹിക്കാതെ ചതിക്കുന്നവരാകാൻ പാടില്ല. ഏത് ഉത്തരവാദിത്വവും ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു മുതലാളിന്റെ കൂടെ ജോലിക്ക് നിന്നു, അയാൾ ഏൽപ്പിച്ചു തന്ന് 12 മണിക്കൂർ ജോലിയാണെങ്കിൽ ആ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് വേണം ശമ്പളം പറ്റാൻ. അത് തന്നെയും കടയിൽ 2 ആള് വന്നില്ലെങ്കിൽ എനിക്ക് സാധനം എടുത്തു കൊടുക്കണ്ടാലോ, എനിക്ക് സുഖമായി ഇരിക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന തൊഴിലാളിയാകരുത്. 4 ആളുകൾ കസ്റ്റമർ വരണം. ആ വന്നവന് വിറ്റ് കാശാക്കി കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് എനിക്ക് ശമ്പളം തരേണ്ടത്. അതുകൊണ്ട് ഞാൻ കസ്റ്റമറെ നന്നായി കെയർ ചെയ്യണം, കസ്റ്റമർക്ക് കൃത്യമായി സാധനം കൊടുക്കണം, നല്ല സ്വഭാവത്തോടെ പെരുമാറണം. അത് ഉത്തരവാദിത്വം തൊഴിലാളിക്കുണ്ട്. ആ തൊഴിലാളിയുടെ എല്ലാ വിഷയത്തിലും തൊഴിലാളിയെ കെയർ ചെയ്ത് ആ തൊഴിലാളിക്ക് ആവശ്യമായത് കൊടുക്കുകയും അവന് മാനമായി ജീവിക്കാനുള്ള ശമ്പളം കൃത്യമായി കൊടുക്കുകയും അങ്ങനെ ആ തൊഴിലാളിയെ കെയർ ചെയ്യുക എന്നത് മുതലാളിക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു നേതാവിന് അനുയായികളെ കൃത്യമായ റൂട്ടിലൂടെ നടത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ നേതാക്കൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അനുയായികൾക്കുണ്ട്. ഭരണാധികാരിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന എല്ലാ കക്ഷികൾക്കും മതവ്യത്യാസമന്യേ, അതുപോലെ തന്നെ ഗ്രൂപ്പ് വ്യത്യാസമന്യേ എല്ലാവർക്കും നീതി ഉണ്ടാകണം, എല്ലാവരോടും നീതി പുലർത്തണം. അത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആകയാൽ അമാനത്ത് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഓ ഇബ്നു മസ്ഊദേ, നിങ്ങളൊന്ന് എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കൂ. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനാണ്. നബി തങ്ങളിൽ നിന്ന് പഠിച്ചതല്ലാതെ ഒരു അറിവും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഹബീബ് നബി തങ്ങളുടെ സ്വഭാവം കണ്ടോ, ശിഷ്യനോട് തന്നെ പറയുന്നു, നിങ്ങൾ എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കൂ. ആ ഖുർആനിലല്ലേ എല്ലാ അറിവുകളും ഉള്ളത്. ആ ഖുർആൻ ഓതിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നു. ആ ഖുർആൻ കേൾക്കുമ്പോൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അവിടുന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരയുന്നു. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ഇൽമു പറയുന്ന സദസ് എത്ര വലിയവരും എത്ര അറിവുള്ളവരും
ഇൽമു പറയുന്ന സദസ്സിൽ അച്ചടക്കത്തോടെ ഇരുന്ന് ഇൽമു കേൾക്കുക എന്നത് വലിയ അദബാണ്. സുഹൃത്തുക്കളെ, ഇൽമു പറയുക അത് വലിയ ഒരു മഹത്വമുള്ള കാര്യമാണ്. അതാണ് ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബ്രി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു. كيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പടച്ചവന്റെ കോടതിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി എത്തിയത്. കൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമുദായങ്ങൾക്കെല്ലാം അതാ സാക്ഷിയായി അമ്പിയാക്കൾ വരുന്നു. അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അവരെ അള്ളാഹു ഏൽപ്പിച്ചതുപോലെ അവർ ദീൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ത്യാഗം ചെയ്തിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. ആ കാര്യം വരുമ്പോൾ കൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജീനാ ബിക അലാ ഹൗലാഇ ശഹീദാ. ആ അമ്പിയാക്കളുടെ അനുയായികളായി അനുസരണത്തോടെ വരുന്നതിന് പകരം ആ അമ്പിയാക്കളെ ചോദ്യം ചെയ്തവരുണ്ട്, ഇൻസൾട്ടാക്കിയവരുണ്ട്, അമ്പിയാക്കളെ കൊന്നുകളഞ്ഞവരുണ്ട്, അമ്പിയാക്കളെ ആക്രമിച്ചവരുണ്ട്, കല്ലെടുത്തെറിഞ്ഞവരുണ്ട്, നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് ദുഷ്ടന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവര് അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ ഒരു റസൂലും നബിയും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞൊന്ന് നിഷേധിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോ അല്ല അമ്പിയാക്കളോട് നിങ്ങൾക്ക് ആരാണ് സാക്ഷിയുള്ളത് എന്ന് ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ നാം അമ്പിയാക്കൾക്ക് വേണ്ടി അവിടെ സാക്ഷി നിൽക്കുന്നു. അതേ, ആ അമ്പിയാക്കളെല്ലാം അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്, അവര് ദീൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഈ ഉമ്മത്ത് അവിടെ സാക്ഷി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമുക്കെങ്ങനെ മനസ്സിലായി? കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കളെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫവാജിബുൻ ഫീ ഹഖ്ഹിൽ ആമാനാ വസിദ്ഖുഹും വളിഫ്ലഖുൽ ഫതാനാ ومثل ذات تبليغهم لما أتوا ويستحيلوا ضدها كما رووا. അമ്പിയാക്കൾക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട 4 വിശേഷണങ്ങൾ, 4 സിഫത്തുകൾ ഉണ്ട്. നമ്മൾ മദ്രസയിൽ നിന്ന് അമ്പിയാക്കൾക്ക് വുജൂബായ 4 സിഫത്ത് ഇതാണ് പറയാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് അവരിൽ ഉണ്ടായേ പറ്റൂ. അതാ വുജൂബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അല്ലാതെ നിസ്കാരം വുജൂബാണെന്ന് പറയുന്നത് പോലെയല്ല. ആ 4 പ്രത്യേകത ഉള്ളവരെ നബിയാകുള്ളൂ. ആ 4 പ്രത്യേകതയാണല്ലോ അവര് വലിയ വിശ്വസ്തന്മാരാണ്. അവരെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചവരാണ്. അമാനത്ത് വീട്ടിയവരാണ്. അമാനത്ത് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അള്ളാഹു തആല കൊടുത്ത ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചവരാണ് അമ്പിയാക്കൾ. സുഹൃത്തുക്കളെ, സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനീങ്ങൾ അവർ ഉത്തരവാദിത്വം നിർവഹിച്ചവരായിരിക്കും. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ടല്ലോ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവർ, അതുപോലെ തന്നെ അനാവശ്യങ്ങളിലൊന്നും പോയി ചാടി വീഴാത്തവർ, ആവശ്യമുള്ളത് മാത്രം പ്രവർത്തിക്കുന്നവർ, അതിൽ മാത്രം പങ്കെടുക്കുന്നവർ, അനാവശ്യങ്ങളിലൊന്നും തന്നെ തിരിഞ്ഞു നോക്കാത്തവർ, അതുപോലെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നവർ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ
അവരുടെ വിശേഷണം പറഞ്ഞ കൂട്ടത്തിൽ സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവർ അവരുടെ ലൈംഗിക വികാര ശമനം നടത്തൂല. ഒരന്യ പെണ്ണിനെയും അവർ ഉപയോഗപ്പെടുത്തൂല, ഒരന്യ പുരുഷനുമായും അവരടുക്കൂല. അള്ളാഹു അനുവദിച്ച വഴിയിലല്ലാതെ അവർ ഇണചേരൂല. കാരണം മുഅ്മിനീങ്ങൾ യഥാർത്ഥ മനുഷ്യരാണ്, മനുഷ്യരിൽ പരിപൂർണരാണ് എന്ന് പറഞ്ഞാലോ നിങ്ങൾ ഓർക്കണം, ഇവിടെ യുക്തിവാദികളുണ്ട്, ഇവിടെ നിരീശ്വരവാദികളുണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കന്യാണ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ലോകത്തുണ്ട്. അള്ളാഹു ഇല്ലെന്ന് വാദിക്കുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ മതത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം അങ്ങനെ ഒരു വാദത്തിലേക്ക് പോകുന്നത് എന്തിനാണ്? മനുഷ്യരായി ജീവിക്കുന്നതിന് പകരം മൃഗമായി ജീവിക്കാനുള്ള സൗകര്യം കിട്ടാനാണ്. ഇത് പറയുമ്പോൾ എന്നോട് പ്രതിഷേധം വേണ്ട. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യനായി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്. എന്താണ്? കല്യാണം കഴിക്കാതെ ഒരു അന്യ പെണ്ണുമായി ബന്ധപ്പെടാൻ പാടില്ല. അതേസമയത്ത് പടച്ചവനില്ല എന്നങ്ങ് പറഞ്ഞാലോ, അല്ലേ ഖുർആൻ ശരിയല്ല എന്നങ്ങ് പറഞ്ഞാലോ, അല്ലേ മുഹമ്മദ് നബി ശരിയില്ല എന്നങ്ങ് പറഞ്ഞാലോ, പിന്നെ അവന് സൗകര്യമായി അവന് ഏത് പെണ്ണിനെയും കൂട്ടി എവിടെയും നടക്കാം. ഈ ഒരു ലിബറലിസത്തിന് വേണ്ടി, ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇങ്ങനെ ഇഷ്ടാനുസരണം നടക്കാൻ വേണ്ടി മതത്തെ വലിച്ചെറിയുന്ന ആളുകളുണ്ടല്ലോ. പക്ഷേ അവര് ചിന്തിക്കുന്നില്ല, മനുഷ്യൻ മൃഗമാവുകയാണ്. എങ്ങനെ മനുഷ്യൻ മൃഗാവു എന്ന് പറഞ്ഞത്? മൃഗത്തിന്റെ സ്വഭാവം എന്താണ്? മൃഗത്തിന് വിവാഹം വേണ്ട, കല്യാണം വേണ്ട. മൃഗങ്ങൾ നിങ്ങൾ കേട്ടിന് ഇതുവരെ ഏതെങ്കിലും ഒരു പോത്ത് കല്യാണം കഴിച്ചതായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാള പശുവിനെ കല്യാണം കഴിച്ചതായി, അല്ലെങ്കിൽ ഒരു ആട് വേറൊരു ആട്ടിനെ നിക്കാഹ് ചെയ്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു നിബന്ധനയും കാര്യമൊന്നുമില്ല. പിന്നെ അതിന് വികാരം ശമനം നടത്തും. ആ കുട്ടി ഉണ്ടാവും. കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് അച്ഛനാരാന്നറിയില്ല, അമ്മ ആരാന്നറിയില്ല, ബാപ്പാരാന്നറിയില്ല, മോനാരാന്നറിയില്ല, മോളാരാന്നറിയില്ല. ഒരു ബന്ധവുമില്ല, ഒരു കുടുംബ ബന്ധവുമില്ല. അച്ഛനുമില്ല, അമ്മയില്ല, ആങ്ങളയില്ല, പെങ്ങളുമില്ല, പുതിയാപ്പിളയില്ല, മകളെ ഭർത്താവും ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അതല്ലേ മൃഗം? പിന്നെ അതിന്റെ സുഖം അനുഭവിക്കണം. ഖലാസ്. അതിലും ജനിക്കുന്ന കുടിച്ച് ജനിച്ചില്ല ഒന്നും ഇവിടെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആ മൃഗങ്ങളുടെ സ്വഭാവം നമുക്കറിയാം. പൂച്ച സ്വന്തം കുട്ടീനെ ചിലപ്പോൾ പിടിച്ചു തിന്നു. ചെറിയ പൂച്ചക്കുട്ടീനെ ചിലപ്പോൾ പൂച്ചനെ പിടിച്ചു തിന്നു, സ്വന്തം കുട്ടീനെ പിടിച്ചു തിന്നാണ്. അതിന് യാതൊരു മടിയുമില്ല. കാരണം മൃഗമാണ് എന്നുള്ളതാണ്. മൃഗത്തിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. മൃഗം അതാ മംഗലാപുരം ടൗണിലൂടെ ഇങ്ങനെ പോകുന്നു. ചില പശുക്കൾ അവറത്ത് മറക്കുന്നില്ല. ഒരാളും ഒറ്റ പശു അവറത്ത് മറിച്ചിട്ടില്ല, ഒരു കാളയും മറിച്ചിട്ടില്ല. ഇങ്ങനെ പോകാൻ അവറത്ത് മറക്കുന്നില്ല. പിന്നെയോ വൃത്തി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. നമുക്ക് ഭക്ഷണം തരുമ്പോൾ പ്ലേറ്റൊക്കെ കഴുകി, ഭക്ഷണം ആദ്യം കഴുകിയിട്ടാണ് വേവിച്ച് തന്നെ, പിന്നെ പ്ലേറ്റ് കഴുകി എല്ലാം നല്ല വൃത്തി കിട്ടണമല്ലേ, നമുക്ക് തിന്നാൻ കഴിയില്ല. അവങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. ഏത് നജസാണെങ്കിലും അവര് തിന്നും, അതിന് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് കിടന്നുറങ്ങുമ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലമായിരിക്കണം, അതിന് വിരിപ്പ് വിരിക്കണം, പായ വിരിക്കണം, കിടക്ക വിരിക്കണം, അങ്ങനെ കുറേ ഉണ്ട്. പശുവിനും ആട്ടിനും പോത്തിനൊക്കെ ആണെങ്കിലോ അത് ആദ്യം ചിലപ്പോൾ അവിടേക്ക് വിസർജിക്കും. വിസർജിച്ചിട്ട് ആ കാട്ടത്തിന് നമ്മൾ തന്നെ കിടന്നുറങ്ങും, യാതൊരു പ്രശ്നവുമില്ല. മൃഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ മൃഗത്തിന്റെ സ്വഭാവമാണ് വിവാഹം കഴിക്കാതെ നിക്കാഹില്ലാതെ ഇണചേരുക എന്നത്. മൃഗത്തിന്റെ സ്വഭാവമാണ്. അതൊരിക്കലും മനുഷ്യന് അനുയോജ്യമായ സ്വഭാവം അല്ല. ആ സ്വഭാവത്തിലേക്ക് ഏത് പെൺകുട്ടിയെ കൂട്ടി നടക്കണമെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ സാധിക്കൂല, പറ്റൂല. നബിതങ്ങളെ അനുസരിക്കുമ്പോൾ അത് പറ്റൂല. അള്ളാഹുവിനെ വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്താ നല്ലത്? ഇഷ്ടം പോലെ മൃഗമായിട്ട് ജീവിക്കണമെങ്കിൽ എന്താ നല്ലത്? പടച്ചവനില്ല എന്ന് പറയാ, യുക്തിവാദിയാകുക, നിരീശ്വരവാദിയാകുക, ഖുർആൻ തള്ളുക. അപ്പൊ പിന്നെ ഇഷ്ടം പോലെ മൃഗാകാൻ സാധിക്കും. അങ്ങനെ മൃഗാകാൻ ഉദ്ദേശിച്ച് കുറെ ആളുകൾ ഖുർആനെ വിമർശിക്കുന്നവരുണ്ടാവും. മൃഗമാകാൻ ഉദ്ദേശിക്കുന്ന കുറെ ആളുകൾ അള്ളാഹിനെ ചോദ്യം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവർ ചോദ്യം ചെയ്തുകൊണ്ട് അള്ള ഇല്ലാണ്ടാവുമൊന്നുമില്ല. ഖുർആന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരാൾക്ക് ഭ്രാന്തളിയതിന് ഇങ്ങനെയാണല്ലോ. ഒരാൾക്ക് ഭ്രാന്തളിയോതുണ്ട്, മറ്റുള്ളവരൊക്കെ ഭ്രാന്തന്മാരാവോ? അതാവൂല. അവന് ഭ്രാന്തായി, എന്ത് ചെയ്യാനപ്പോ? അതൊരു ഭ്രാന്താണ്. മൃഗമാകണം എന്നൊരു ഭ്രാന്ത്, ഒരു ഭ്രാന്താണ്. അതിലേക്ക് നമ്മളിപ്പോ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യന് ജീവിക്കുമ്പോൾ അതിന് ചിട്ടയും നിയമവും വേണം. അപ്പോഴേ മനുഷ്യനാവും. അതിനാവശ്യമായ നിയമങ്ങൾ പൂർണ്ണമായും മനുഷ്യന് നൽകിയ
ആദർശമാണ്, ആശയമാണ്, ജീവിത രീതിയാണ് പരിശുദ്ധ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ദീനിൽ എല്ലാ വിഷയത്തിനും നിയമങ്ങളാണ്, എല്ലാറ്റിനും അതിരുവരമ്പുകളാണ്. ആരും ആരെയും ആക്രമിച്ചുകൂടാ, ആരും ആരെയും ചീത്ത വിളിച്ചുകൂടാ, തെറി പറഞ്ഞുകൂടാ, കള്ളം പറഞ്ഞുകൂടാ, കളവ് നടത്തിക്കൂടാ, വാക്ക് ലംഘിച്ചുകൂടാ, ആരും ആരെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ. ഒരാളും ആരും ആരെയും പരിഹസിക്കരുത്, കളിയാക്കരുത്, സ്വൈപ്പാക്കരുത്. മനുഷ്യൻ വളരെ മാന്യമായി ജീവിക്കണം. അതാണ് ഇസ്ലാം. ബാപ്പ ഉമ്മയെ നന്നായി പരിഗണിക്കണം, അവരെ അനുസരിക്കണം. നീ ദുബായിലേക്ക് പോകുമ്പോ പോകണ്ടാന്ന് ബാപ്പ പറഞ്ഞാ പോക്കവിടെ നിർത്തണം, ഉമ്മ പറഞ്ഞാ പോക്കവിടെ നിർത്തണം. സുബ്ഹാനല്ലാഹ്, അവരുടെ സമ്മതമില്ലാതെ യാത്ര പോയിക്കൂടാ, അവരുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്തുകൂടാ. അവരോട് വലിയ കടപ്പാടാണ്. അവരല്ലേ നിനക്ക് ജന്മം നൽകിയത്, അവരല്ലേ നിന്നെ പോറ്റി വളർത്തിയത്. ഇതുപോലെ ശരീരത്തെ പോറ്റി വളർത്തിയവരാണ് ഉമ്മ ബാപ്പമാരെങ്കിൽ നിന്റെ ശരീരത്തെക്കാൾ ബഹുമാനമുള്ളതാണ് നിന്റെ റൂഹ്, നിന്റെ ആത്മാവ്. ആ റൂഹിന് ഭക്ഷണം കൊടുത്ത് റൂഹിനെ വളർത്തിയെടുത്തവരാണ് ഉസ്താദുമാർ. അവരാണ് ആത്മാവിന് ആവശ്യമായ ഭക്ഷണം തന്നവർ, അവരാണ് അറിവ് നൽകിയവർ. ആ അറിവ് നൽകിയ ഉസ്താദുമാര്, ആലിമീങ്ങൾ, അവരോട് അനുസരണം വേണം, ആദരവ് വേണം, ബഹുമാനം വേണം. അതെല്ലാം മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം ഇസ്ലാം നിഷ്കർഷിക്കുകയാണ്. നിനക്ക് പോത്തിനെ പോലെ കാളയെ പോലെ കുടുംബ ബന്ധമില്ലാത്ത ഒരു ജീവിതം പറ്റൂല. കുടുംബ ബന്ധം ചേർക്കണം. അതുപോലെ കാളയെപ്പോലെ തൊട്ടടുത്തുള്ള കാളയെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ആ വിവരക്കേട് പറ്റൂല. അയൽവാസിക്ക് നന്മ ചെയ്യണം, തൊട്ടടുത്തുള്ള വീട്ടുകാരന് നന്മ ചെയ്യണം. അതേ കാളയെപ്പോലെ നീ സ്വന്തം തിന്ന് ജീവിച്ചാൽ പോരാ, നിന്നെ തൊട്ടടുത്ത വീട്ടുകാരന് ഭക്ഷണം കിട്ടിയോ എന്നന്വേഷിക്കണം. അതേ മൂരിയെപ്പോലെ, പോത്തിനെ പോലെ നീ അതാ ഒരു പോത്തിന് രോഗമായാൽ അപ്പുറത്തെ പോത്തിന് അതൊന്നും വിഷയമല്ല. അങ്ങനെ ആകാൻ പറ്റൂല. ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കണം, രോഗിയെ കാണാൻ പോകണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന് ചികിത്സക്കാവശ്യമായ സഹായം നൽകണം, സാന്ത്വന പ്രവർത്തനം നടത്തണം. നീ ഒരു മൃഗത്തെ പോലെ ആകാൻ പറ്റൂല. ഇങ്ങനെ തുടങ്ങി എല്ലാ രംഗത്തും കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും തന്ന പരിശുദ്ധ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികൾ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ. ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാരശമനം നടത്താൻ പാടില്ല. അങ്ങനെ തുടങ്ങി ആ മോമിനീങ്ങളെ ലക്ഷണം പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണ്, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ്. ഉത്തരവാദിത്വം എന്നത് വളരെ വലുതാണ്. ഓ മുഅ്മിനീങ്ങളെ, നമുക്ക് മക്കളുണ്ടല്ലോ, അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് ബർക്കത്ത് നൽകട്ടെ, അവരെ സാലിഹീങ്ങളാക്കി തരട്ടെ, നമ്മയും സാലിഹീങ്ങളാക്കട്ടെ. നമ്മുടെ മക്കളെ പോറ്റി വളർത്തുമ്പോൾ അവരെ ദീനീ ചിട്ടയിൽ വളർത്തിയെടുക്കണം. 7-ാമത്തെ വയസ്സിലെ നിസ്കാരം ശീലിപ്പിക്കണം, ബ്രഷ് ചെയ്യുന്നത് ശീലിപ്പിക്കണം, വുളൂ ശീലിപ്പിക്കണം, ഔറത്ത് മറക്കുന്നത് ശീലിപ്പിക്കണം. 7-ാം വയസ്സ് മുതലേ ശീലിപ്പിക്കൽ തുടങ്ങണം. അപ്പോൾ പോരാ, നിസ്കരിപ്പിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുമ്പോൾ 7 വയസ്സുള്ള കുട്ടികളെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കണം. നിർബന്ധമാണത്, നിർദ്ദേശമാണത്. ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. 7 വയസ്സുള്ള കുട്ടി കുറ്റക്കാരനാവില്ല, നമ്മൾ കുറ്റക്കാരാണ്.
അതുപോലെ 10 വയസ്സാൽ ഒന്നുകൂടി കണിശമായി അവരെ അത്തരം പരിപാടികളിൽ ശീലിപ്പിച്ചു കൊണ്ടുവരണം. ഇല്ലെങ്കിലോ പിന്നെ അവര് നിസ്കരിക്കൂല, കുറ്റക്കാര് നമ്മളാണ്. അതുപോലെ അവരെ ഔറത്ത് മറച്ച് ശീലിപ്പിക്കണം. അതേ പെൺകുട്ടികളെ തല മറച്ചുകൊണ്ട് തന്നെ ശീലിപ്പിക്കണം. അതുപോലെ മാറ് മറച്ചുകൊണ്ട് ശീലിപ്പിക്കണം. ഇല്ലെങ്കിലോ പിന്നെ അവര് തല മറക്കലുണ്ടാകൂല. അപ്പോൾ ദീനിന്റെ എല്ലാ കാര്യങ്ങളും അവരെ ശീലിപ്പിക്കണം. അത് നമുക്ക് നിർബന്ധമാണ്. അതുപോലെ കുട്ടികളെ പള്ളിയിലേക്ക് ജുമുഅ നിസ്കാരത്തിന് വലിയ കുട്ടികളാകുമ്പോൾ കൊണ്ടുപോകണം. പള്ളി വൃത്തികേടാക്കുന്നതിനെ സംബന്ധിച്ച് ബോധമില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങളെയും കൂട്ടി പള്ളിയിൽ പോകരുത്. കാരണം ചിലപ്പോൾ അവർ പള്ളിയിൽ മൂത്രമൊഴിക്കും. അതുപോലെ തന്നെ മറ്റു പലതും ചെയ്യുന്നവർക്ക് പള്ളി എന്താണെന്നറിയില്ല. അത്തരം ചെറിയ കുട്ടികളെയും കൂട്ടി പള്ളിയിലേക്ക് പോകരുത്. അതേ സമയത്ത് പള്ളിയെക്കുറിച്ച് ബോധമുള്ള കുട്ടികളെയും കൂട്ടി പള്ളിയിൽ പോയി ശീലിപ്പിക്കണം. നമ്മൾ ആലിമീങ്ങളോട് നമുക്ക് വലിയ സ്നേഹമാ, നമുക്ക് വലിയ ബഹുമാനമാ. അത് നമ്മളെ കുട്ടികൾക്കും നമ്മൾ ശീലിപ്പിക്കണം. അതേ അല്ലെങ്കിലോ ആ കുട്ടികൾക്ക് ആലിമീങ്ങളോടും ഇൽമിനോടും ബന്ധമുണ്ടാകൂല. അതുപോലെ നമ്മൾ അവരെ മുന്നിൽ വെച്ച് നല്ലതേ ചെയ്യാവൂ. അവരെ മുന്നിൽ വെച്ച് നമ്മൾ ചീത്ത പറഞ്ഞാൽ, സ്വന്തം ഭാര്യയെ ചീത്ത പറയുന്ന ചിലരുണ്ട്. ഇവിടെയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ സ്വന്തം ഭാര്യയെ ബാപ്പ ചീത്ത പറയുന്നത് കേട്ടുപഠിച്ച ചെറുപ്പക്കാരൻ അവൻ മറ്റുള്ളവരെ ചീത്ത പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ അനാവശ്യം പറയുന്നത് കേട്ടാൽ അവനും അത് പഠിക്കും. ഒരിക്കലും തന്നെ കുട്ടികളെ മുന്നിൽ വെച്ച് തീരെ ആരെയും ചീത്ത പറയാൻ പാടില്ല. അവർ ചീത്ത വാക്ക് പഠിക്കും. അതുപോലെ അവരെ മുന്നിൽ വെച്ച് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതവർ കണ്ടുപിടിക്കും. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കുട്ടികളെ ശരിയായ പാതയിൽ കൊണ്ടുവരേണ്ട ഒരമാനത്താണ് നമ്മുടെ മക്കൾ. അവർ കൃത്യമായി മദ്രസയിൽ എത്തുന്നുണ്ടോ? അവർക്ക് പഠനം ലഭിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് പഠനം ലഭിക്കുന്നുണ്ടോ? അത് നോക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മ ബാപ്പമാർക്കുണ്ട്. ഒന്നുകൂടി പറയട്ടെ, ആ കുട്ടികളെ മദ്രസയിലേക്ക് അയച്ചാൽ 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയാണെങ്കിൽ 7 മണിക്ക് മുമ്പ് തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് മദ്രസയിൽ എത്തിയിരിക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരെ അമാനത്താണ്. ആ ഉസ്താദുമാരങ്ങനെ എത്തിയോ ഇല്ലേ എന്നത് സദർ ഉസ്താദ് നോക്കണം. എത്തിയില്ലെങ്കിലോ ശമ്പളം കട്ട് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. കാരണം എന്തുകൊണ്ട്? അത് ഈ സദർ ഉസ്താദിന്റെ ഉത്തരവാദിത്തമാണ്. അത് അയാൾ ചെയ്തില്ലെങ്കിൽ അയാൾ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരനാണ്. അവർക്ക് ആ ശമ്പളം ഹലാലാകൂല. ഹലാലാക്കത്തത് കൊടുത്ത കുറ്റം ഈ സദർ മുഅല്ലിമിനുണ്ടാകും, വാങ്ങിയ കുറ്റം വാങ്ങിയ മുഅല്ലിമിനുമുണ്ടാകും. ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കണം. ആ സദർ ഉസ്താദും മുഅല്ലിമീങ്ങളൊക്കെ വേണ്ടതുപോലെ മദ്രസ കൈകാര്യം ചെയ്യുന്നുണ്ടോ? അത് മദ്രസയുടെ കമ്മിറ്റി പ്രസിഡന്റ് നോക്കണം, സെക്രട്ടറി നോക്കണം. ഉത്തരവാദിത്തമുള്ളവർ ഉത്തരവാദിത്വം നിർവഹിക്കണം. കാരണം എന്തുകൊണ്ട്? ജനങ്ങളെ ധാരണ അതൊക്കെ കമ്മിറ്റിക്കാര് നോക്കുമെന്നാണ്. അതുപോലെ തന്നെ കമ്മിറ്റിക്കാരെ ധാരണ സദർ ഉസ്താദ് നോക്കുമെന്നാണ്. ജനങ്ങളെ ധാരണ ഉസ്താദുമാര് ശരിക്ക് പഠിപ്പിക്കുമെന്നാണ്. ഇതില്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിച്ചവരാകൂല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. ഉത്തരവാദിത്വം നിർവഹിക്കാതെ ചതിക്കുന്നവരാകാൻ പാടില്ല. ഏത് ഉത്തരവാദിത്വവും ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു മുതലാളിന്റെ കൂടെ ജോലിക്ക് നിന്നു. അയാൾ ഏൽപ്പിച്ചു തന്ന് 12 മണിക്കൂർ ജോലിയാണെങ്കിൽ ആ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് വേണം ശമ്പളം പറ്റാൻ. അത് തന്നെയും കടയിൽ 2 ആള് വന്നില്ലെങ്കിൽ എനിക്ക് സാധനം എടുത്തു കൊടുക്കണ്ടാലോ, എനിക്ക് സുഖമായി ഇരിക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന തൊഴിലാളിയാകരുത്. 4 ആളുകൾ കസ്റ്റമർ വരണം. ആ വന്നവന് വിറ്റ് കാശാക്കി കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് എനിക്ക് ശമ്പളം തരേണ്ടത്. അതുകൊണ്ട് ഞാൻ കസ്റ്റമറെ നന്നായി കെയർ ചെയ്യണം. കസ്റ്റമർക്ക് കൃത്യമായി സാധനം കൊടുക്കണം. നല്ല സ്വഭാവത്തോടെ പെരുമാറണം. അത് ഉത്തരവാദിത്വം തൊഴിലാളിക്കുണ്ട്. ആ തൊഴിലാളിയുടെ എല്ലാ വിഷയത്തിലും തൊഴിലാളിയെ കെയർ ചെയ്ത് ആ തൊഴിലാളിക്ക് ആവശ്യമായത് കൊടുക്കുകയും അവന് മാനമായി ജീവിക്കാനുള്ള ശമ്പളം കൃത്യമായി കൊടുക്കുകയും അങ്ങനെ
ആ തൊഴിലാളിയെ കെയർ ചെയ്യുക എന്നത് മുതലാളിക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു നേതാവിന് അനുയായികളെ കൃത്യമായ റൂട്ടിലൂടെ നടത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ നേതാക്കൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അനുയായികൾക്കുണ്ട്. ഭരണാധികാരിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന എല്ലാ കക്ഷികൾക്കും മതവ്യത്യാസമന്യേ, അതുപോലെ തന്നെ ഗ്രൂപ്പ് വ്യത്യാസമന്യേ എല്ലാവർക്കും നീതി ഉണ്ടാകണം, എല്ലാവരോടും നീതി പുലർത്തണം. അത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആകയാൽ അമാനത്തെന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ കയ്യിലൊരു സാധനം ഒരാൾ സൂക്ഷിക്കാൻ തന്നു, അത് ഞാൻ കൃത്യമായി സൂക്ഷിക്കണം, നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ ഞാനത് കാണുന്നില്ല എന്ന് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടോ, പള്ളിയിൽ ഖുതുബക്ക് വേണ്ടി ഖതീബ് കയറുമ്പോ ഖതീബിന്റെ കയ്യിലേക്ക് ഒരു വാള് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വടി കൊടുക്കുന്നു. ആ വടി വാങ്ങിയിട്ട് ഖുതുബോദിയ ഖതീബ് ഇറങ്ങി വരുമ്പോൾ അത് കൊടുത്ത വ്യക്തിയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണം. അമാനത്താണ്. അതവിടെ മിമ്പറിൽ വെച്ചാൽ പോരാ, അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്താൽ പോരാ, അത് കൊടുത്തവന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കണം. ഇസ്ലാം അത് വളരെ സുന്ദരമായൊരു മതമാണ്. അതിൻ്റെ നിയമങ്ങളെല്ലാം വളരെ കൃത്യമാണ്. അതേ, ഏത് സാധനങ്ങളും, അതാ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നു, അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറിലാ വന്നത്, എന്നാൽ ആ കാറ് കേടുവരാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നതെൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഏത് ഉത്തരവാദിത്തങ്ങൾ ഒരാൾക്കുണ്ടോ അത് കൃത്യമായി നിർവഹിക്കണം. എന്നാൽ ആ വിഷയത്തിൽ ഏറ്റവും പരിപൂർണതയുള്ളവരാണ് അമ്പിയാക്കൾ കേട്ടോ. അതാണ് ഫവാജിബുൻ ഫീ ഹഖ്ഖിഹി ബിൽ ആമാന വസിദ്ഖുഹും വദിഫ്ലഹുൽ ഫാതാന. അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് അവർ. അതിനുവേണ്ടി എത്ര ത്യാഗം സഹിച്ചാൽ, എന്ത് പ്രയാസപ്പെടാൻ, കാരണം അവരുടെ മനസ്സിൽ നൂർക്ക് അവരുടെ മനസ്സിൽ ഉറപ്പുണ്ട്, ഞങ്ങൾ അല്ലാഹു പറഞ്ഞേച്ച, അല്ലാഹു നിയോഗിച്ച റസൂലാണ് എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ത്യാഗം സഹിച്ചത്. ചിലപ്പോ ചില യുക്തിവാദികൾ, മതവിരോധികൾ പറയും മുഹമ്മദ് നബി ആളുകളൊക്കെ പറ്റിച്ചതാണ് പറയും. അവന്റെ വിവരക്കേടിന്റെ ആഴം അല്ലേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അങ്ങനെ ഇല്ലാത്ത കുറെ സംഗതി, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, പടച്ചമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അല്ലാഹു റസൂലിനൊക്കെ ഒരു കളവ് പറഞ്ഞു എന്നാണല്ലോ അവൻ പറയുന്നത്. അങ്ങനെ ഒരു കളവ് പറയുന്ന ആള് ത്യാഗത്തിന് മുതിരോ? ഒരു കളവിന് വേണ്ടി ത്യാഗത്തിന് മുതിരോ? എത്രയാണ് അവിടുന്ന് ത്യാഗം സഹിച്ചത്? എത്രയോ ത്യാഗം സഹിച്ചു. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. 40 വയസ്സ് വരെ ഒരാൾക്കും ഒരു കംപ്ലൈന്റും ഇല്ല. എല്ലാവരും നബി തങ്ങളെ ബഹുമാനിക്കുകയാണ്, സ്നേഹിക്കുകയാണ്, അല്ലാമേനെ വിളിക്കുകയാണ്. അതെല്ലാം കണ്ട് പോയില്ലേ സത്യത്തിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചപ്പോ? അവിടെ അത് പോകുന്നതിന് വല്ല വിലയും വെച്ചോ നബി തങ്ങൾ? കാരണം ഞാൻ സത്യത്തിലാണ്, ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, നാട് വിലങ്ങിയില്ലേ? വിവാഹം കഴിച്ചു കൊടുക്കരുത്, ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒന്ന് പാസ്സാക്കിയില്ലേ? ഭക്ഷണം കൊടുക്കണ്ടെന്ന് പാസ്സാക്കിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ മുണ്ടിട്ടിട്ട് 2 ഭാഗവും പിടിച്ചു മുറുക്കി വലിച്ചില്ലേ? ഹബീബ് നബി തങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കൊടലുകൾ കൊണ്ടുവന്ന് തലയിൽ ചാർത്തി കൊടുത്തില്ലേ? സ്വന്തം വീട്ടിൽ വിശ്രമിക്കുമ്പോ കൊല്ലാൻ വേണ്ടി വന്ന് വീട് വളഞ്ഞില്ലേ? ഹബീബിന്റെ കൂടെയുള്ളവർക്ക് മക്കയിൽ ജീവിക്കാൻ കഴിയാതെ ഹബ്സീനയിലേക്കും മറ്റും അവർ പലായനം ചെയ്തില്ലേ? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ? അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചില്ലേ? അവിടെ തലക്ക് മുറിവേറ്റില്ലേ? നാടും വീടും വിട്ടു പോയില്ലേ? അതേ, അങ്ങ് ഗുഹയിൽ ഒളിച്ചിരുന്നില്ലേ? അങ്ങനെ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. എന്തേ കാരണം?
ഞാൻ പഠിപ്പിക്കുന്നത് സത്യമാണ്, ഞാൻ വിളിക്കുന്നത് സത്യത്തിലേക്കാണ്, ഞാൻ വിളിക്കുന്നത് ജനങ്ങളെ ഗുണത്തിന് വേണ്ടിയാണ്. അതെന്റെ ഉത്തരവാദിത്തമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അതേ ആളുകൾ പലരും ചിതറിപ്പോകുമ്പോൾ ധൈര്യപൂർവം ശത്രുവിന്റെ മുമ്പിൽ ചാടിയിറങ്ങിയില്ലേ? കാരണം ഞാൻ സത്യത്തിലാണ്, ഞാൻ എൻ്റെ റബ്ബിനെ അല്ലാതെ ആരെ ഭയപ്പെടാനാണ്? എൻ്റെ റബ്ബിന്റെ വാഗ്ദത്തമുണ്ട്, യസിബുക മിനന്നാസ്. തങ്ങൾ ധൈര്യപൂർവം പ്രവർത്തിച്ചോ നബിയേ, തങ്ങളെ കൊന്നുകളയാൻ ഒരു മനുഷ്യനും കഴിയൂല. അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ട് നബിയേ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലാൻ പലരും പല വിധത്തിലും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരാൾക്കും വധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസ്. ഒരു ജനത്തിനും ഒരു മനുഷ്യനും തങ്ങളെ കൊല്ലാൻ കഴിയൂല, തങ്ങൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ട്. ഓ സുഹൃത്തുക്കളെ, ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ചീറിപ്പാഞ്ഞു വരുന്ന ശത്രുവിന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങിയിട്ട് ചൊല്ലിയില്ലേ, അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്. ഞാൻ നബിയാണ് കേട്ടോ, അത് കളവ് പറഞ്ഞതല്ല, എനിക്ക് 100% ഉറപ്പുള്ളതാണ് പറഞ്ഞത്. ഞാൻ നബിയാണ്, അത് സത്യമാണ്, അത് വസ്തുതയാണ്, അത് കളവല്ല. അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്. ഞാൻ നിങ്ങളെ ഇമ്പാച്ച് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ തിരിച്ചേക്കാമെന്നോ എന്റെ ദൗത്യത്തിൽ നിന്ന് മാറ്റാമെന്നോ ധരിക്കേണ്ടതില്ല. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, തറവാട്ടുകാരനാണ്. ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ അമാനത്ത് വീട്ടിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും അമാനത്ത് വീട്ടിയിട്ടുണ്ട്. അത് അവർക്ക് ഉണ്ടായേ പറ്റൂ. അമ്പിയാക്കളുടെ ഒരു വിശേഷണമാണ്. അതേപോലെ ഫവാജിബുൻ ഫി ഹഖീമിൽ ആമാന വസിദ്ഖുഹും വദിഹ്ലഹുൽ ഫതാന. അമ്പിയാക്കൾ സത്യം മാത്രമേ പറയൂ. അവിടെ ആരെന്ത് എതിർപ്പ് പറഞ്ഞാലും കണ്ടില്ലേ, ഓ മുഹമ്മദേ, നിനക്ക് രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ച് തരാം, നിനക്ക് സുന്ദരികളായ പെൺകുട്ടികളെ തരാം, നിനക്ക് ധാരാളം ധനം തരാം. അങ്ങനെ എന്തെല്ലാം നിലക്കാണ് പ്രലോഭനവുമായി വന്നത് ശത്രുക്കൾ. പക്ഷെ അവിടുന്ന് ഒരൽപ്പവും പതറിയില്ല, പതറൂല. അറിയാം, ഇതെന്നെ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഇവരുടെ ഈ ആനുകൂല്യങ്ങൾ, ഇവര് പറയുന്ന സമ്മാനങ്ങൾക്കൊന്നും ഞാൻ വഴങ്ങൂല. അതല്ലേ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങളൊരു അലയൻസിലും എൻ്റെ അടുത്തേക്ക് വരണ്ട. നിങ്ങളെ അലയൻസ് എന്താണ്? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുക, ഞാൻ ആരാധിക്കുന്ന അല്ലാഹ് നിങ്ങളും ആരാധിക്കുക. അങ്ങനത്തെ ഒരു അലയൻസും കൊണ്ടൊന്നും ഇങ്ങ് വരണ്ട. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. ഞാൻ ആരാധിക്കുന്ന റബ്ബിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. നിങ്ങൾ വേറെ, ഞാൻ വേറെ. അതുകൊണ്ട് പ്രലോഭനവും കൊണ്ടിങ്ങോട്ട് വരണ്ട. ധൈര്യത്തോടെ പറയുകയാണ്, ശത്രുക്കൾ എന്തെല്ലാം ചെയ്യും, പക്ഷെ അതൊക്കെ ചെയ്താലും ഞാൻ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്, ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ. അതല്ലേ അവിടുന്ന് നടത്തിയ തബ്ലീഗ്.
തബ്ലീഗ് അഥവാ ദീനീ ദഅവത്ത് വളരെ കൃത്യമായി അവിടുന്ന് നടത്തി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുത്തു. അതോടുകൂടെ തന്നെ സത്യം മാത്രം പറഞ്ഞു. അതോടുകൂടി തന്നെ ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരെയും മറികടക്കുന്ന ബുദ്ധി കൂർമ്മതയും റബ്ബ് കൊടുത്തു. ഇത്തരം വിശേഷണങ്ങൾ ഉള്ളവരാണല്ലോ അമ്പിയാക്കൾ. അതിലേറ്റവും ശ്രേഷ്ഠരാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അമ്പിയാക്കളെ പടച്ചവന്റെ കോടതിയിൽ കൊണ്ടുവന്ന് അവരുടെ അനുയായികളെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് നബിമാര് വന്ന് പറഞ്ഞു തന്നിട്ടില്ലെന്ന് പൂർവകാല നബിമാരുടെ അനുയായികൾ നിഷേധിക്കുമ്പോ അമ്പിയാക്കൾക്ക് ആരാണ് സാക്ഷി പറയാനുള്ളത്? അത് നമ്മളാണ്, അഥവാ ഹബീബിന്റെ ഉമ്മത്തുകളാണ്. അവരതാ അള്ളാഹുവിനോട് അമ്പിയാക്കൾ പറയുന്നു, ഹബീബിന്റെ ഉമ്മത്തുകൾ ഞങ്ങൾക്ക് സാക്ഷികളാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ നബിമാരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ അമ്പിയാക്കൾക്ക് അനുകൂലമായി അവിടെ സാക്ഷി പറയുന്നു. അങ്ങനെ സാക്ഷി പറയുമ്പോ നിങ്ങൾ പിന്നീട് വന്നവരല്ലേ, ആദ്യം കഴിഞ്ഞു പോയതിന് നിങ്ങളെങ്ങനെ സാക്ഷി നിൽക്കുമെന്നൊരു ചോദ്യമില്ലേ? അവിടെയാണല്ലോ മറുപടി. ഞങ്ങൾക്കത് മുഴുവനും ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സാക്ഷിയായി നബിതങ്ങളെ കൊണ്ടുവരുന്നു. ആ ഒരു വിഷയത്തെ ഉത്ബോധിപ്പിക്കുന്ന, അതിനെ സൂചിപ്പിക്കുന്ന ആയത്താണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയത്. കൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. അപ്പോൾ ഹബീബ് നബി തങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതി ഓർമ്മ വന്നു. അവിടെ ഉമ്മത്തുകളെയും കൂട്ടി നിൽക്കുന്നത് ഓർമ്മയിൽ വന്നു. അമ്പിയാക്കൾ ഹാജരാകുന്നത് ഓർമ്മയിൽ വന്നു. അതേ, അവിടെയുള്ള രംഗങ്ങളൊക്കെ അവിടുത്തെ ഖൽബിലേക്ക് വന്നു. ആ ആയത്തിങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുമ്പോൾ അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി. അവിടുന്ന് കരഞ്ഞു. അവിടെ തൽക്കാലം നിർത്തൂ. ഓ സുഹൃത്തുക്കളെ, അറിയാഞ്ഞിട്ടല്ല, അറിയുന്ന കാര്യം തന്നെ. നമ്മൾ മറ്റൊരാളിന് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്, മനസ്സിനുണ്ടാകുന്ന പരിവർത്തനങ്ങളുണ്ട്, മനസ്സിനുണ്ടാകുന്ന കരുത്തുണ്ട്. അതുകൊണ്ട് പറയട്ടെ, ഇന്ന് ഇൽമിന്റെ സദസ്സിന്റെ തുടക്കമാണല്ലോ. നമ്മളെപ്പോഴും ഇൽമിന്റെ സദസ്സിനെ പരിഗണിക്കണം, ഇൽമ് ശ്രദ്ധിച്ച് കേൾക്കണം, നല്ല ജീവിതം നയിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ.